അച്ഛാ അച്ഛാ ആ മോള് വന്നോ? വന്നു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അച്ഛാ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതേ 41-ാം ദിവസത്തെ തീർത്ഥമാണ്. ഈ തീർത്ഥം അച്ഛന്റെ ജീവനൌഷധമാണ്. ഭഗവാന്റെ അദൃശ്യകരങ്ങൾ ഇതിൽ അമൃത് ചേർത്തിട്ടുണ്ട് അച്ഛാ. ഇത് പാനം ചെയ്യുന്നതോടെ അച്ഛൻ ഇന്ന് തന്നെ കിടക്ക വിട്ട് എണീറ്റിരിക്കും, ഉറപ്പ്. ശംഭോ മഹാദേവ. മേൽശാന്തി തിരുമേനിയും കുങ്കിലിയാരും ഒക്കെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ചു. കുങ്കിലിയാർ ഇന്ന് ധൂപക്കാഴ്ച നടത്തിയത് അച്ഛന്റെ ദീർഘായുസിന് വേണ്ടിയാണത്രേ. ഓ, അച്ഛന്റെ ഉറ്റ മിത്രമാണ് കുങ്കലിയാര്. മഹാപുണ്യവാന. അദ്ദേഹത്തെ ദർശിക്കുന്നത് ഭഗവാനെ ദർശിക്കുന്നതിന് തുല്യമാണ് മകളെ. അമൃത കടേശ്വരന്റെ അമൃത അച്ഛൻ പാനം ചെയ്തത്. അതിൻ്റെതായ ഉന്മേഷവും ശക്തിയും ഒക്കെ അച്ഛൻ അനുഭവപ്പെട്ടു വരുന്നുണ്ട് മോളെ. മീനാക്ഷി, മോളെ മീനാക്ഷി. അച്ഛാ, ഭഗവാനെ, അച്ഛൻ എണീറ്റല്ലോ. മോളെ, എനിക്കിപ്പോ നല്ല സുഖം തോന്നുന്നു, നടക്കാനും കഴിയുന്നു. ഭഗവാനെ, അമൃത കടേശ്വര, അങ്ങയുടെ തീർത്ഥം സേവിച്ച് അച്ഛനൊരു പുതിയ ജന്മം കിട്ടിയല്ലോ. എനിക്ക് ഉടനെ നീരാട്ട് കഴിക്കണം. എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച തൃക്കടയൂരപ്പന്റെ ദർശനം കഴിക്കണം മകളെ. ഉറ്റമിത്രമായ കുങ്കലിയാരെ മേൽശാന്തിയെ കാണണം എനിക്ക്. പോകച്ച, പരസഹായം ഇല്ലാതെ ഊർജ്ജസ്വലതയോട് നടക്കുന്ന അച്ഛനെ എല്ലാരും കാണണം. ശങ്കരന്റെ മായാവിലാസങ്ങൾ ശങ്കരദാസനിലൂടെ ഏവരും അറിയട്ടെ. മോളെ, ഞാൻ സ്നാനം കഴിച്ചിട്ട് വരാം. നന്ദി ഭഗവാനെ. ജഗനായക, അടിയന്റെ അച്ഛന്റെ അസുഖം അവിടുന്ന് മാറ്റിയല്ലോ. അടിയന്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ. നന്ദി ഭഗവാനെ, നന്ദി.
പ്രണാമം മഹാരാജൻ. മഹാരാജന് റാണി തിരുമനസും ക്ഷേത്ര ദർശനത്തിൽ എത്തുന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നാം ഇന്ന് വിശേഷാൽ പൂജ നടത്തിയേനെ. ആ, ക്ഷേത്രകാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടല്ലോ അല്ലേ അധികാരി? ഉണ്ട് മഹാരാജൻ. അവിടുത്തെ കാര്യക്ഷമത കൊണ്ട് ഭഗവാന്റെ ഒരു കാര്യത്തിനും ഒരു വിഘ്നങ്ങളും സംഭവിക്കുന്നില്ല. തിരുമേനി, കൽപ്പിച്ചാലും മഹാരാജാവിന്റെ പേരിൽ ഒരു ശത്രുസംഹാര പൂജ കഴിക്കുക. ആവാം. പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രങ്ങൾ ഒഴിഞ്ഞു വച്ചിരിക്കുന്ന മഹാരാജന് ആരാണാവോ ശത്രു? അയൽ രാജ്യത്തെ നാടുവാഴി തൃക്കടയൂർ ദേശത്തിന്റെ അഭിവൃദ്ധിയിൽ അസഹിഷ്ണുവാണ് തിരുമേനി. നമ്മുടെ സൈന്യബലം അറിയാവുന്ന നാടുവാഴി നമ്മെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും റാണിക്കെന്തോ ഒരു ഭയം പോലെ. സൈന്യബലമില്ലാത്ത നാടുവാഴി ചതിയുടെ മാർഗം സ്വീകരിച്ചു കൂടുന്നില്ലല്ലോ. ആ നിലയ്ക്കൊരു ശത്രുസംഹാര പൂജയ്ക്ക് അസാംഗത്യമൊന്നുമില്ലല്ലോ തിരുമേനി. ഇല്ല റാണി തിരുമനസേ, ഈ പൂജ മഹാരാജന് ശക്തമായ പിൻബലമായിരിക്കും. അങ്ങ് നാളെ പ്രസാദം വാങ്ങാൻ വരുന്ന അവസരത്തിൽ ഭക്തജനങ്ങളെ വേണമെങ്കിൽ ദർശനത്തിൽ നിന്ന് ഒഴിവാക്കാം. വേണ്ട, ഭഗവാന്റെ മുന്നിൽ രാജാവും പ്രജകളും ഒക്കെ സമന്മാരാണ്. മോളെ മണിമേഖലേ, നീ ഇത് എവിടേക്കാ? ക്ഷേത്രത്തിലേക്ക്. അതിനാണോ ഇത്രയും അണിഞ്ഞൊരുങ്ങുന്നത്? ആ, ജോത്സ്യനെ കാണാൻ പോയിട്ട് എന്താ അമ്മേ വിശേഷം? അഴകേശനും ശിവകാമിയും തമ്മില് ഉത്തമ പൊരുത്തമാ ജോത്സ്യൻ കാണുന്നത്. അപ്പോ ഞാനും പച്ചയമ്മൽ ചേട്ടനും തമ്മിലുള്ള പൊരുത്തം നോക്കിയില്ലെന്നാണോ? വിഷമിക്കാതെ മകളെ, നോക്കി. നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിലും കഷ്ടിച്ച് 7 പൊരുത്തമേ ഉള്ളൂ. പൊരുത്തങ്ങളോ? കുറഞ്ഞത് 9 പൊരുത്തമെങ്കിലും ഉത്തമത്തിൽ ചേരണ്ടേ അമ്മേ? എന്നാലല്ലേ വിവാഹം നടത്താൻ പറ്റൂ. നീ ഒന്ന് വെറുതെ ഇരുന്നേ അഴകേശ, അവളെ ദേഷ്യം പിടിപ്പിക്കാതെ. ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കൂടിയാ ജോത്സ്യനെ കാണാൻ പോയത്. ചേച്ചിയുടെയും പച്ചമാൽ ചേട്ടന്റെയും ജാതകങ്ങൾ തമ്മിൽ നോക്കിയപ്പോ രഞ്ജുദോഷമില്ല, ദീർഘപ്പൊരുത്തവും ഉണ്ട്. ആ നിലയ്ക്ക് ഈ വിവാഹം ഉറപ്പായി നടത്താമെന്നാ ജോത്സ്യം പറയുന്നത്. പൊരുത്തം ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണമ്മേ. ഞങ്ങളുടെ കാര്യത്തിൽ പൊരുത്തം നോക്കലൊക്കെ വെറും ചടങ്ങ് മാത്രം. എന്നങ്ങ് നിസ്സാരം ആക്കാതെ മോളെ.
നിന്റെ വിവാഹം അടുത്ത മീനത്തിലോ അതിനു മുമ്പോ നടത്തണമെന്നാ ജോത്സ്യൻ കട്ടായം പറഞ്ഞിരിക്കുന്നേ. ഇല്ലെങ്കിൽ പിന്നെ 34 വയസ്സ് കഴിഞ്ഞേ നിനക്ക് വിവാഹയോഗമുള്ളൂ. അപ്പോഴേക്കും ചേച്ചി മൂത്ത് നരക്കില്ലേ അമ്മേ? മീനമാസത്തിന് ഇനി കഷ്ടിച്ച് 3 മാസമല്ലേ ബാക്കിയുള്ളൂ. ആഹാ, എന്നാൽ എന്റെ വിവാഹം നീളുന്നതനുസരിച്ച് നിന്റെ വിവാഹവും മാറും കേട്ടോ. അത് വേണ്ട. ആ, എന്നാ എത്രയും പെട്ടെന്ന് അമ്മായിയുടെ ഭവനത്തിൽ പോയി ഈ വിവരം അറിയിക്കണം. നമ്മൾ ഇന്ന് തന്നെ കുമുദവല്ലി കാണാൻ പോകുന്നു. മോള് വേഗം ക്ഷേത്രത്തിൽ പോയിട്ട് വാ. വാ. ഇതാരാ വന്നിരിക്കുന്നേ? മണിമേഖലയും പരിമളവും വന്നല്ലോ. ഇപ്പോഴെങ്കിലും ഈ വഴിക്ക് വരാൻ തോന്നിയല്ലോ. പരിമളം എന്റെ സഹോദരന്റെ പത്നിയും മകളുമാണ്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഓരോ വിവാഹ ബന്ധവും ഉറപ്പിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുള്ളത് പോലെ നിങ്ങൾ ഇടയ്ക്ക് എന്തേ വരാത്തേ? എന്ത് പറയാനാ കുമുദവല്ലി, വലിയ ധനസ്ഥിതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഭവനത്തിലെ പണി ഒഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ നേരമില്ല. എല്ലാ പണിയും ചെയ്ത് പരിചാരികയുണ്ടല്ലോ മാധവി. അവളിപ്പോ വരുന്നില്ല. വീണ് കാലൊടിഞ്ഞ് കിടപ്പിലാണത്രേ. കളവ് പറയാ. പണിയെടുക്കാൻ മടിച്ചിട്ട് അവള് വരാത്തത്. പിന്നെ മകള് മണിമേഖലയുടെ കാര്യം അറിയാലോ. ഒരു പ്ലാവില് പോലും കുനിഞ്ഞെടുക്കാൻ മടിക്കുന്ന അലസ ജീവിതമായി ഇവൾക്ക്. ഓ പിന്നെ പണിയെടുപ്പിക്കാൻ ജനിച്ചവൾ പണിയെടുക്കേണ്ട കാര്യമുണ്ടോ അമ്മായി? ഇല്ല മോളെ, ഇവിടെ എന്റെ മകള് ശിവകാമിയും ഒരു പണിയും എടുക്കാറില്ല. ഞാൻ അവളെ നിർബന്ധിക്കാറുമില്ല. ചേച്ചി, ശിവകാമി, അമ്മായി. അല്ല, നിങ്ങൾ രണ്ടുപേരും ഉള്ളോ? ഇല്ല, നിന്റെ ഭാവി ഭർത്താവായ അഴകേശൻ ചേട്ടനെ കാണാൻ നീ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാനാണ് ആ ചേട്ടന്റെ ഒപ്പമുള്ള വരവ് അങ്ങ് ഒഴിവാക്കിയത്. അങ്ങനെ നീ ഇപ്പൊ കാണണ്ട. മണിമേഖലയുടെ പച്ചൈമാല എവിടെ? അവൻ തൃക്കടയൂർ ക്ഷേത്രത്തിൽ അഭിഷേകത്തിനുള്ള പാല് കൊടുക്കാൻ പോയിരിക്കുക. ഉടനെ എത്തും. ആഹാ, പറഞ്ഞു നാവെടുത്തതേ ഉള്ളൂ, പച്ചൈമാല എത്തിയല്ലോ. അമ്മായി എപ്പോഴെത്തി? വന്ന് കയറിയതേ ഉള്ളൂ. മണിമേഖലയ്ക്ക് നിന്നെ കാണണമെന്ന് പെട്ടെന്നൊരാഗ്രഹം, അതുകൊണ്ടാ വന്നത്. മോനെ, നീയും മണിമേഖലയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ജോത്സ്യം പറഞ്ഞിരിക്കുക. നിനക്ക് സമ്മതമാണോന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ? നീ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ലമ്മേ. അവന് 100 വട്ടം സമ്മതം തന്നെയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇവരുടെ ജാതകങ്ങൾ പരിശോധിച്ച ശേഷം അഴകേശന്റെയും ശിവകാമിയുടെയും ജാതകങ്ങൾ പരിശോധിച്ചത്. അതും ഉത്തമ പൊരുത്തം തന്നെ. എങ്കിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. 2 വിവാഹങ്ങളും ഉടനെ തന്നെ നടത്താം.
എന്താ വന്ധ്യമ്മേ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? വലിയ കച്ചവടമൊന്നും ഇല്ല മോനെ. വലിയ സന്തോഷത്തിലാണല്ലോ. വിലപ്പെട്ട എന്തോ കൈവശം വന്നതുപോലുള്ള സന്തോഷം ഉണ്ടല്ലോ നിന്റെ മുഖത്ത്. കൈവശം വന്നിട്ടില്ല, പക്ഷേ കൈവശപ്പെടുത്തണം. പച്ചയുമാൽ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലമ്മേ. പതിവ് പോലെ വന്ധ്യമ്മയുടെ പുട്ടു വാങ്ങാൻ മറന്നല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. 2-3 കുറ്റി പുട്ടു വേണം വന്ധ്യമ്മേ. അറിയാലോ, ഭവനത്തിൽ എന്തൊക്കെ പാചകം ചെയ്താലും പ്രാതലിന് വന്ധ്യമ്മ ഉണ്ടാക്കുന്ന പുട്ട് തന്നെ വേണം. നിന്റെ അമ്മ കുമുദവല്ലിക്കും സഹോദരി ശിവകാമിക്കും. വന്ധ്യമ്മേ, പുട്ട്. ആ ദാ മോളെ. ആ അച്ഛന്റെ അസുഖം ഭേദമുണ്ടോ മോളെ? ആ, ഭേദപ്പെട്ടു വരുന്നു. പച്ചമാലേ, ആ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആ, അമ്മേ, ആ പോകുന്ന പെൺകുട്ടിയെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കാണാറുണ്ട്. ഏതാ പെൺകുട്ടി? മീനാക്ഷി. പാചകക്കാരൻ ശങ്കരദാസിന്റെ മകളാ. വലിയ ശിവഭക്തയാ. നല്ല അടക്കവും ഒതുക്കമുള്ള പെൺകുട്ടി. ശങ്കരദാസൻ ഈ ഒരു മകൾ മാത്രമേ ഉള്ളൂ അമ്മേ? ആ, ഒരു മകളേ ഉള്ളൂ. മീനാക്ഷിയുടെ അമ്മ മരിച്ചുപോയി. ഇനി മീനാക്ഷിയുടെ ജാതകം കൂടി അറിയണോ പച്ചേമാലിന്? എന്താ മീനാക്ഷിയെക്കുറിച്ച് അറിയാൻ ഇത്ര താല്പര്യം? വിവാഹം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? എന്താ എന്നെ പോലെ ചെറുപ്പക്കാരന് മീനാക്ഷി വിവാഹം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇതൊന്നും മണിമേഖല അറിയണ്ട. മുറപ്പെണ്ണായ മണിമേഖലയും പച്ചേമാലും തമ്മിലുള്ള വിവാഹം നിങ്ങളുടെ കുഞ്ഞുനാളിലെ പറഞ്ഞുറപ്പിച്ചിരിക്കുകയല്ലേ? നേരം പോയമ്മേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ, കുങ്കിലിയാർ നിത്യവും ധൂപക്കാഴ്ച നൽകിയ തൃക്കടയൂർ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ മയിലാട് ചിറയ്ക്കും കൊറിയൂരിനുമിടയ്ക്ക് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. കാലാന്തകനായ ശ്രീ പരമേശ്വരൻ അഭിരാമി രൂപത്തിലുള്ള ദേവി പാർവതിയുമായി ഇവിടെ വാണരുളുന്നു. അഭിരാമി അന്താതി പാടിയത് ഇവിടെ വച്ചാണ്. മാർക്കണ്ഡേയന് ആയുർബലം നൽകിയതുകൊണ്ട് ഇവിടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നത് വളരെ വിശേഷമാണ്. ഇവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് അകാല മൃത്യുവിൽ നിന്നും മോചനം നൽകി ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കും. യമൻ മാർക്കണ്ഡേയനെ കൊല്ലാനായി വലിച്ചെറിഞ്ഞ കയറിന്റെ അടയാളം ഇപ്പോഴും ഇവിടുത്തെ ലിംഗത്തിൽ കാണാം. മാർക്കണ്ഡേയനെ രക്ഷപ്പെടുത്താനായി ഈ ലിംഗം പിളർന്നാണ് ശിവൻ പ്രത്യക്ഷനായത്. ആ പിളർപ്പ് ഇന്നും ലിംഗത്തിൽ ദർശിക്കാം. കാർത്തിക സോമവാരം വലംപിരി ശംഖിൽ 1008 പ്രാവശ്യം അഭിഷേകം ചെയ്ത തീർത്ഥം സേവിച്ചാൽ എല്ലാ അസുഖങ്ങളും ഭേദമാവും എന്നാണ് വിശ്വാസം.